റഹ്മാനിർ റഹീം. ഖൈറിൻ പൂവിരിയേട്ടെ, ഹൃദയങ്ങൾ നിറയേട്ടെ, സുന്നി കേരളമെങ്ങും ധർമ്മധ്വജം ഉയരട്ടെ. ഖൈറിൻ പൂവിരിയേട്ടെ, ഹൃദയങ്ങൾ നിറയേട്ടെ, സുന്നി കേരളമെങ്ങും ധർമ്മധ്വജം ഉയരട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘം വിശ്വാസത്തിന്റെ അനുപമ സന്ദേശവുമായി സമൂഹത്തിന് നന്മയുടെ പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം. പാരമ്പര്യത്തിന്റെ പിൻബലവും പ്രമാണങ്ങളുടെ ആധികാരികതയും നെഞ്ചോട് ചേർത്ത ഒരു സാത്വിക സമൂഹത്തിന്റെ സംഘശക്തിയാണ് ഈ പ്രസ്ഥാനം. യാഥാർത്ഥ്യങ്ങളോട് കലഹിച്ച് മുസ്ലിം മനസ്സുകളിൽ വിശ്വാസനിഷേധത്തിന്റെ വിഷം നിറയ്ക്കുന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആദർശജാഗ്രതയുടെ ചടുലമായ ചുവടുവെപ്പുകളാണ് പ്രസ്ഥാനത്തിന്റെ സുപ്രധാന അജണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മലയാളത്തിന്റെ തിരുമുറ്റത്ത് സ്ഥാപിതമായ സംഘടന കർമ്മധന്യതയുടെ വിസ്മയ മുന്നേറ്റങ്ങൾക്ക് സാരഥ്യം വഹിക്കുകയാണ്. പുതിയ കാലത്തിന്റെ പ്രതികൂലതകളിൽ നിഷ്ക്രിയരാവുന്ന ജനസഞ്ചയത്തെ ധർമ്മധന്യതയുടെ ജീവിത സാഹചര്യത്തിലേക്ക് വഴിനടത്താൻ സംഘടനയുടെ സംവിധാനങ്ങൾ പ്രാപ്തമാണ്. അതിഭൗതികതയെ താലോലിക്കുന്നവർക്കിടയിൽ ആത്മീയതയുടെ പ്രബോധനവും ധാർമ്മികതയുടെ പ്രചാരണവും സംഘടനയുടെ സുപ്രധാന ദൗത്യമാണ്. മലയാളത്തിന്റെ സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് ആദർശത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്ന മഹാപ്രസ്ഥാനം പുതിയ കർമ്മമേഖലകൾ സജീവമാക്കുകയാണ്. ദേശീയ മുസ്ലിം ശാക്തീകരണത്തിന്റെ സമകാലിക സാധ്യതകൾക്ക് നിറം പകരാൻ പ്രസ്ഥാനം പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. സമരവഴികളിലും നവോത്ഥാന സംരംഭങ്ങളിലും നിർണായക സാന്നിധ്യം വഹിച്ച മുസ്ലിം സമൂഹം അവഗണനയുടെ കരിനിഴലിൽ കഴിയുകയാണ് ഇന്ന്. പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജനതയുടെ ദേശീയ ശാക്തീകരണം ഗൗരവ വിചാരങ്ങൾക്ക് വിധേയമാവുകയാണ് ഇവിടെ. വിശുദ്ധ ദീനിന്റെ മഹത് സന്ദേശവുമായി ഇന്ത്യയിലെത്തിയ മാലിക് ദിനാറിന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ നഗരിയിൽ പ്രസ്ഥാനത്തിന്റെ പോരാളികൾ സംഗമിക്കുകയാണ്. ദേശീയ സംഗമത്തിന് സാക്ഷികളാകാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ എത്തിത്തുടങ്ങി. ഇടപ്പള്ളി
മഖാം സിയാറത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സാദാത്തുക്കൾ, പണ്ഡിതന്മാർ തുടങ്ങി നേതൃനിരയുടെ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കി. ഉയരും നീണം ദീനിൻ വഴിയിൽ നേർന്നു ഉശിരിൻ. جئنا إلى حضرة حبيبنا محمد صلى الله عليه وسلم وإلى أرواح سائر الأنبياء والعلماء والشهداء والصالحين وإلى أرواح الصحابة البدريين والجهنيين والحنينيين والمنطقيين وسائر الصحابة والقرابة كلهم أجمعين وإلى أرواح سائر أولياء الله تعالى من مشارق الأرض إلى مغاربها صلى الله عليه പ്രവർത്തകരണി നിരന്നു ഉയരങ്ങളിൽ വർണ്ണക്കോടി. തുടർന്ന് നടന്ന വിളംബരം മഹാസംഗമത്തിന്റെ ശക്തിയും പ്രൗഢിയും വിളിച്ചോതുന്നതായിരുന്നു. ഉയരും നീണം ദീനിൻ വഴിയിൽ നേർന്നു ഉശിരിൻ പ്രവർത്തകരണി നിരന്നു. വഴിയിൽ എതിർപ്പിന്റെ ശരങ്ങളേറ്റ വിരിമാർ പരിച കൊണ്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രസ്ഥാനത്തിന്റെ മൂവർണ്ണ പതാക വാനിലേക്കുയർത്തി. കാത്ത വിവരാലയം നന്നായി ഇവർ പടുത്ത് ഉയരങ്ങളിൽ നഗരിയുണർന്നു, പ്രതിനിധികൾ നിറഞ്ഞൊഴുകി. സമ്മേളനത്തിന്റെ പ്രഥമ സെഷൻ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സന്ദേശം സമർപ്പിച്ചു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയരായ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവല്ലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ തങ്ങളവറുകൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹ ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. അല്ലാഹു നമ്മെ പഠിപ്പിച്ച ഈ ആയത്ത് ഈ ദിവസം പലരും സൂറത്തുൽ കഹ്ഫിൽ ഓതിയവരായിരിക്കും. ആദ്യമായി തന്നെ അല്ലാഹു പറയുന്നത് വസ്ബിർ, ക്ഷമിക്കുക. വസ്ബിർ നഫ്സക, നിങ്ങൾ ബന്ദ് ചെയ്യുക നിങ്ങളുടെ ശരീരത്തെ മഅല്ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന് കീഴ്പ്പെടുന്ന, അല്ലാഹുവിന്റെ അടുക്കൽ താഴ്മ കാണിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. ആ ജനങ്ങളുടെ കൂടെ നിന്റെ ശരീരവും നീ ബന്ധാക്കി വെക്കുക. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة وحي نبينا وشفيعنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح إخوانه من الأنبياء والمرسلين صلوات الله تعالى وسلامه عليه وإلى حضرات أرواح أزواجه وذرياته وأهل بيته رضوان الله تعالى عنهم واجعل الرفة والرحمة في قلوبهم. اللهم وفقنا لما تحب وترضى. اللهم قنا الأسواء ولا تجعلنا محلا للبلوى. اللهم بلغنا وبلغهم حج بيتك الحرام ورزقنا ورزقهم زيارة قبر نبيك المصطفى محمد صلى الله عليه وسلم. سائر المذاهب المعظمة في النمل مرارا. اللهم اجمع بيننا وبينهم في جنات النعيم. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. KP ഹംസ മുസ്ലിയാർ ചിത്താരി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. وقد قال الله سبحانه وتعالى في محكم تنزيله إن الدين عند الله الإسلام صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, അത് ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായതാണ്. ആ പ്രസ്ഥാനം ഉണ്ടായത് മുതൽ ഇതുവരെയുള്ള ചരിത്രം അത് പഠിക്കുക എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായൊരു ഭാഗമാണ്. കഴിഞ്ഞ തലമുറകൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായോ ആ നേട്ടങ്ങളെ മനസ്സിലാക്കാനും ആ നേട്ടങ്ങൾ കെട്ടിപ്പടുക്കാൻ അവർ ഏതൊക്കെ വഴികളും ശൈലികളും സ്വീകരിച്ചുവോ അതിനെ ഉൾക്കൊള്ളാനും അതുവഴി പുതിയ ലോകത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിനെ പ്രചരിപ്പിക്കാനുള്ള കരുത്താർജിക്കാനും ചരിത്രം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലതും മനസ്സിലാക്കി തരുന്നത്. മാലിക് ദീനാറിന്റെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ സിലോണിലേക്ക് ആദം മലയിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പാദസ്പർശനം ഏറ്റ സ്ഥലം സന്ദർശിക്കാൻ അവർ അറേബ്യയിൽ നിന്ന് വന്നുവെന്നും വരുന്ന അവസരത്തിൽ കപ്പലിൽ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയെന്നും ചരിത്രം പറയുന്നു. അങ്ങനെ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും സിലോണിൽ ചെന്ന് ആദം മലയിൽ ചെന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആസാറ് കണ്ട് അത് മനസ്സിലാക്കി തിരിച്ചു വന്ന് കൊടുങ്ങല്ലൂരിൽ ഇറങ്ങുകയും അവിടെ വെച്ച് പേരമാം പെരുമാൾ ഇവരുടെ കൂടെ ഒരു കപ്പലിൽ മക്കയിലേക്ക് പോയി എന്നും ചരിത്രം ഉണ്ട്. മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനോടും സംഘത്തോടും പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് ചെല്ലണം, കേരളത്തിലേക്ക് ചെല്ലണം, അവിടെ ഇസ്ലാം മത പ്രചരണം നടത്തണം, പ്രബോധനം നടത്തണം എന്ന് വസിയത്ത് ചെയ്യുകയും ഈ ചേരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ വിടുമ്പോൾ തന്റെ സ്ഥാനത്ത് ആ അധികാരമേൽപ്പിച്ചിരിക്കുന്ന ചക്രവർത്തിക്ക് ഈ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് ഒരു കത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു കുറഞ്ഞ ആളുകളും കപ്പലിൽ വന്ന് കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി. അവർ രാജാവിന്റെ പ്രതിനിധിക്ക് കത്ത് കൊടുക്കുകയും ചെയ്തു. ആ കത്ത് വായിച്ചു. അദ്ദേഹം മനസ്സിലാക്കി. ചേരമാൻ പെരുമാളിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ ആളുകൾക്ക് വീട് കെട്ടാൻ സ്ഥലം കൊടുത്തു, അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു, അവരുടെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു, അവിടെ മതപ്രചരണം നടത്താനും പ്രബോധനം നടത്താനുമല്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ ഉള്ളത്. അങ്ങനെ ചെയ്തു കൊടുക്കാൻ മുസ്ലിങ്ങളിലെ ഈ വന്ന മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അനുചരന്മാരുടെയും വിശ്വാസവും ജീവിതക്രമവും ജനങ്ങളോടും ജീവികളോടും അവരെയുള്ള സമസൃഷ്ടികളോടുമുള്ള ജീവിതത്തിന്റെ ശരിയായ വശങ്ങളും കണ്ടു മനസ്സിലാക്കി സത്യസന്ധതയും മനസ്സിലാക്കി അവരിൽ ആകൃഷ്ടരായി തന്നെയാണ് ഈ ആളുകൾ ഒക്കെ ചെയ്തു കൊടുത്തത്. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളി സ്ഥാപിച്ചു. ഭൂമിന്റെ അടിയിലേക്ക് വേരുകൾ ഊന്നിയതും മേൽഭാഗത്തേക്ക് കൊമ്പുകൾ പടർന്നു നിൽക്കുന്നതുമായ വടവൃക്ഷമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാം അതാണ് മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു അവർ നമുക്ക് കാണിച്ചു തന്നത്, അവർ അനുചരന്മാരും പ്രചരിപ്പിച്ചത്, ശേഷമുള്ള ഖാദിമാരും ശേഷമുള്ള മുഫ്തിമാരും ഒക്കെ നമുക്ക് കാണിച്ചു തന്നതാണ്. ആ മഹാന്മാര് കാണിച്ചു തന്ന വഴി അതിന്റെ തുടർച്ചയാണ് SYS. ആ തുടർച്ചയെന്ന നിലയ്ക്ക് SYS ശക്തമായി പ്രവർത്തിച്ചപ്പോൾ കേരളം SYSിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു. SYSന്റെ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം. സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇന്ന് ആരാലും എതിർക്കപ്പെടാത്ത വിധത്തിൽ ഏറ്റവും നല്ലൊരു മഹത്തായ പ്രവർത്തനം ഈ സംഘടന കാഴ്ചവെച്ചിട്ടുണ്ട്. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല.
ആ മഹത്തായ പ്രസ്ഥാനത്തെ നമ്മുടെ നാടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടുന്നതൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ചരിത്രപരമായി മാലിക് ദീനാർ നഗരം എന്ന് പേരിടാൻ കാരണം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ വന്ന അനുചരന്മാരും ഇവിടെ പ്രചരിപ്പിച്ച ദീൻ അഹ്ലുസുന്ന വൽ ജമാഅയാണ്. വേറൊന്നില്ല. അഹ്ലുസുന്ന വൽ ജമാഅ അല്ലാത്ത മറ്റൊരു വഴി മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കൂട്ടരും കൊണ്ടുവന്നിട്ടില്ല. ആ വഴിയിലാണ് SYS ഉള്ളത്. ആ വഴിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഈ നഗരിക്ക് മാലിക് ദീനാർ നഗരി എന്ന് പേരിടാൻ കാരണം എന്നത് ചരിത്രപരമായി മൊത്തത്തിൽ നിങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് അതേ വഴിയിൽ തന്നെ ജീവിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, ഉലമാക്കളെ, മുത്തഅല്ലിംകളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന സത്യവിശ്വാസികളെ, ഈ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരുപോലെ അത് അവകാശപ്പെട്ടതും ആ നാട്ടിൽ മതത്തിൻ്റെ പേരിലോ മറ്റൊന്നിൻ്റെ പേരിലോ ഒരു അനൈക്യമുണ്ടാക്കി ഭിന്നിപ്പോ പിളർപ്പോ ഉണ്ടാക്കേണ്ട കക്ഷികളല്ല. എല്ലാവരും പഴയ കാലം മുതലേ ഇവിടെ ജീവിച്ചു പോന്നിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ എന്താണോ മുന്നോട്ടും പോകണം. ഇവിടെ ഇരിക്കുക മാത്രമല്ല മറ്റൊന്നല്ല എന്നാർക്കും പറയാൻ അധികാരമില്ല. എല്ലാവരോടും പറയാനുള്ളത് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ഓരോരുത്തർക്കും ഈ നാട്ടിലെ ഏത് രാജ്യക്കാരായ നമ്മളെ ഈ നാട് ഒരു മുസ്ലിമീങ്ങളായ നമ്മൾക്കോ ഹിന്ദുക്കളായ അവർക്ക് നമ്മൾക്കെന്നോ ഒന്നും പറയാൻ അധികാരമില്ല. എല്ലാ കക്ഷികൾക്കും ഇവിടെ എന്താണെന്ന് ജീവിക്കണം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ തന്നെ പണ്ട് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ദുആ ചെയ്യ്. നമ്മളെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാക്കി രണ്ട് വീട്ടിലും പരിപൂർണ വിജയികളായി നല്ല നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് കൽബ് ലംഘി മരിക്കുന്ന കക്ഷികളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം പിടിച്ചു തരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രഥമ പകൽ രാവിന് കീഴടങ്ങിയപ്പോൾ മറ്റൊരു സെഷന് സമ്മേളനം സജ്ജമായി. ഇസ്ലാമിക ശരീഅത്തിനെക്കുറിച്ചുള്ള സമഗ്ര വിചാരങ്ങൾക്ക് പ്രമുഖർ നേതൃത്വം നൽകി. पहले शहे उमम से मोहब्बत करेंगे हम, मोहब्बत करेंगे हम. पहले शहे उमम से मोहब्बत करेंगे हम, फिर सारे कायनात से उल्फत करेंगे हम. पहले शहे उम्मम से मोहब्बत करेंगे हम. ഇന്ത്യ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിൽ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ മാർഗമെന്താണ്, നമ്മുടെ കാഴ്ചപ്പാടെന്താണെന്ന് നാം തുറന്ന് ചർച്ച ചെയ്ത് ഇസ്ലാമിക വ്യവസ്ഥിതി ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിയാത്ത വ്യവസ്ഥിതി അത് ഇവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും
വേണമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ അവസരമുണ്ടാക്കിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, अस्सलातु वस्सलामु अला सय्यदिल मुरसलीन। आज के शानदार नूरानी मजमे को देखकर वाकई मेरा दिल मसरतों से लबरेज है और मैं समझता हूँ कि जो भी शरीक हुआ है वो अपनी खुशकिस्मती पर नाज करेगा, फ़ख्र करेगा कि इतने शानदार मजमे में उसको शिरकत का मौका मिला। और ये मौका तो अपनी कोशिशों से नहीं मिलता है, अपनी मेहनतों से नहीं मिलता है। इस आदत बज़ोर बाजू निस्त तान बख्शत खुदाए बख्शिंदा, ये अल्लाह ताला का करम है, उसका एहसान है कि उसने अपने नबी पाक सल्लल्लाहु ताला अलैहि वसल्लम के सदक़े में इस नूरानी इजलास में हमको, आपको, तमाम लोगों को शिरकत का मौका इनायत फरमाया। इहदिना सिरातल मुस्तकीम, उर्दू में इसके तर्जुमे में बहुत सारे लोगों ने ठोकरें खाई हैं, बहुत सारे तराजुम मैंने देखे हैं। तहकीकी तौर पर यह अर्ज़ कर रहा हूँ कि इहदिना सिरातल मुस्तकीम का तर्जुमा ये किया जा रहा है कि हमें सीधी राह देखा। इसका मतलब साफ ये हुआ, इससे मैसेज ये जा रहा है कि गया हमने सीधी राह अभी देखी नहीं है। लिहाजा जो उलमाए, वो लोग जो मुअय्यद मिन अल्लाह हैं, जिनको वाकई अल्लाह ने दीनी बसीरत अता फरमाई है, उन्होंने तर्जुमा किया है कि हमें सीधी राह चला, सीधी राह पे चला, यानी देख तो बहुत पहले चुके हैं, अब मौला करीम हमें तौफीक देकर उसी सीधी राह पे हम चलते रहे। वो सीधी राह कौन है? अनमत अलैहिम, किन पर अनाम किया? अनम अल्लाह और नबीईन व सिद्दीकीन व शुहदाए व सालिहीन। यह है अनाम याफ्ता ग्रुप, इन्हीं की राह सीधी राह है, यही सिराते मुस्तकीम है। ऐसी सिराते मुस्तकीम पर चलने के बाद इंशाअल्लाह हमारी निजात होगी। बिस्मिल्लाहि अज़ीमिल क़ुदरति वश्शान, शदीदिल बत्शी वल बुरहान, हाफिज़ुद्दीन वल क़ुरआन। बिस्मिल्लाहि मा शा अल्लाहु कान व मा लम यशा लम यकुन वला हौला वला क़ुव्वता इल्ला बिल्लाहिल अलिय्यिल अज़ीम। शरीयत के बारे में लंबी तकरीर होगी। मेरी तकरीर इंशाअल्लाह फिर एक मर्तबा करने की इरादा है, लिहाजा अभी चंद अल्फाज से मैं ख़त्म करता हूँ। यहाँ अहनाफ और शवाफी दो मजहब वाला है। शरीअत, इस्लाम शरीअत, शरअ लकुम मिनद्दीनि मा वस्सा बिही नूहा, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിനോടും മറ്റ് അമ്പിയാക്കളോടും അള്ളാഹു ഉപദേശിച്ച ഉപദേശം, അവർക്ക് അള്ളാഹു നൽകിയ ശരീഅത്ത്, ആ ശരീഅത്ത് തന്നെയാണ് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നൽകിയിട്ടുള്ളത്. ശരീഅത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ശരീഅത്ത് ഒരേ ഒരു ശരീഅത്ത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകരായ അവസാനത്തെ നബിയായ ഖാതിമുൽ നബിയീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച അഖീദ ഒരൊറ്റ അഖീദയാണ്, ഒറ്റ വിശ്വാസമാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും അവിടെ മുതൽ ഖിയാമത്ത് നാൾ വരെയും ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ഒരേ ഒരു വിശ്വാസത്തിലാണ്, ഒരേ ഒരു അഖീദയിലാണ്. ആ അഖീദയിൽ അധിഷ്ഠിതമായ ശരീഅത്താണ് നമ്മുടെ കയ്യിലുള്ളത്.
അതുകൊണ്ടാണ് ശർഅലക്കും മിനദ്ദീനി മാ വഫാ ബിഹി നൂഹ് നബി അലൈഹിസ്സലാമിനോട് വസിയത്ത് ചെയ്ത, നൂഹ് നബി അലൈഹിസ്സലാമിനോട് പഠിപ്പിച്ചു കൊടുത്ത ആ ശരീഅത്ത് തന്നെയാണ് തങ്ങളുടെ ശരീഅത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ആദ്യം തന്നെ ഈ കാര്യം എടുത്ത് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരൊറ്റ ശരീഅത്തുള്ള ഒരു പ്രസ്ഥാനം മുസ്ലിം അല്ലാതെ ലോകത്ത് എവിടെയില്ല. മുസ്ലിം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, ജനൂബ് മുതൽ ഷിമാല് വരെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാളിന്റെ ദിവസം വരെ ഉള്ള എല്ലാ മുസ്ലിമിനും ഒരൊറ്റ ശരീഅത്ത്. അങ്ങനെ ഒരു ശരീഅത്തിൽ മാത്രം വിശ്വസിക്കുന്ന, ഒരു ശരീഅത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന, ഒരേ ഒരു ശരീഅത്തിനെ മുറുകെ പിടിച്ചു നിൽക്കുന്ന മറ്റൊരു സമുദായം ഈ ലോകത്ത് വന്നിട്ടില്ല, വരികയും ഇല്ല. ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും തമ്മിലൊന്നും അഖീദയിൽ വിശ്വാസത്തിൽ ഒരു വ്യത്യാസവുമില്ല. 4 മദ്ഹബും ഹഖായ മദ്ഹബ് എല്ലാം ഒറ്റ ഒന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സുന്നി. അതാണ് ആ സുന്നി അഖീദ നിലനിൽക്കുന്ന ശരീഅത്ത്. അതാണ് അല്ലാഹുവിൻ്റെ ശരീഅത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്ത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. فقال الله تبارك وتعالى في القرآن المجيد والفرقان الحميد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري. مجھے فی الوقت کوئی تفصیلی گفتگو کرنی نہیں ہے. 2-4 باتیں عقیدے کے تعلق سے، فیض کے تعلق سے میں عرض کر کے اپنی بات ختم کرتا ہوں. پہلے میں یہ عرض کروں کہ یہ سرزمین جہاں ہم اور آپ بیٹھے ہیں یہ انتہائی مبارک اور مسعود سرزمین ہے. اسلام سے پہلے بھی ہندوستان کی اس سرزمین پر عرب تاجر آتے رہے ہیں جس کا اقرار سبھی مورخوں نے کیا ہے. اس کے بعد بعض مورخین جن کو صحیح اطلاعات نہ مل سکی انہوں نے یہ تو اقرار کر لیا کہ یہ سرزمین ملبار اور معبر کی سرزمین، اسلام سے پہلے بھی یہاں عرب تاجر آتے رہے ہیں. اور اس کے بعد انہوں نے کہا کہ اس سرزمین پہ صحابہ نہیں آئے لیکن تابعین آئے ہیں. میں عرض کرتا ہوں اسلام کے پہلے یہاں عرب تاجر آ رہے تھے اور صحابہ کے بعد تابعین آ رہے تھے، آئے ہیں. بیچ میں جو فاصلہ، جو گیپ بیان کیا جا رہا ہے اس کی وجہ کیا ہے؟ عقل تو یہی کہتی ہے کہ جب صدیوں سے عرب یہاں تاجر کی حیثیت سے آ رہے ہیں تو حضور اکرم صلی اللہ علیہ وسلم کے خیر القرون میں بھی آتے رہے ہوں گے. اگر آپ کو علم نہیں تو کہہ دینا چاہیے کہ ہم کو معلوم نہیں ہو سکا، اتھینٹک بات نہیں ہے، ہم کو ثابت نہیں ہوا. لیکن معقول طور پر عقل یہی کہتی ہے کہ جب پہلے آتے رہے ہیں، پچھلے آتے رہے ہیں تو بیچ میں بھی آتے رہے ہوں گے. اہدنا الصراط المستقیم. ورنہ اللہ تعالیٰ نے تعریف بیان کی الحمدللہ رب العالمین فلاں فلاں، اس کے بعد اصل جو دعا اللہ تعالیٰ نے سکھائی اہدنا الصراط المستقیم، سیدھے راستے پہ چلا، تو پورے سورہ فاتحہ کی روح صراط مستقیم ہے. یہ عام طور پر چونکہ شیطان راستے سے بھٹکاتا ہے، کہتا ہے یہ اولیاء کیا ہیں، یہ صلحاء کیا ہیں، نعوذ باللہ یہ صحابہ ہم کہتے ہیں الصحابۃ کلہم عدول، پورے کے پورے سچے ہیں، صحیح ہیں. بعض کہتے ہیں نہیں، صحابہ میں سے بعض وہ انفرادی عمل تھا، انہوں نے یہ خطا کیا فلاں.
ये शैतानी रास्ते हैं, शैतानी वसवसे हैं। ये शैतानी वसवसों से बचाने के लिए अल्लाह तबारक तआला ने तुम्हारी नमाज फर्ज हो, तुम्हारी नमाज सुन्नत हो, तुम्हारी नमाज नफिल हो, सूरह फातिहा पढ़ना जरूरी है, उसमें इहदिना सिरातल मुस्तकीम पढ़ना जरूरी है। उसके बगैर आप सही रास्ते पर, सुन्नत के रास्ते पर चल नहीं सकते। मेरे अजीजों भाइयों, मैं ज्यादा अर्ज करना नहीं चाहता, एक बात यही बताना चाहता हूं, हमको सिरात मुस्तकीम को मजबूती से थामना हो तो अहलुस सुन्ना वल जमात के अकायद पर कायम रहना चाहिए। बस दुआ फरमाइए कि अल्लाह तबारक तआला हमको मरते दम तक, हमको, हमारे आले औलाद को, हमारे पूरे मुसलमान बिरादरी को अहलुस सुन्ना वल जमात के अकीदे पर कायम और दायम रखे। वाखिर दावाना अल्हम्दुलिल्लाह। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मुरसलीन വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ സമ്മേളനത്തിൽ മേളിച്ച വിവിധ ദേശക്കാർ, വിവിധ ഭാഷയിൽ സംസാരിക്കുന്നവർ, വിവിധ വേഷവിധാനമുള്ളവർ, അതേപോലെ വിവിധ മദ്ഹബുകളിൽ അടിയുറച്ചു നിൽക്കുന്നവർ, ഇങ്ങനെ എല്ലാത്തിലും വിവിധങ്ങൾ ആണെങ്കിൽ ഈ ദേശീയ സമ്മേളനത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സംഘടിത ശക്തി ഒന്നുകൂടി കാണിക്കുകയാണ്. എവിടെയാണ് നാം ഇവിടെ ഏകീകരണം ഉണ്ടായത്, നാം ഒത്തൊരുമിച്ചത്? ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ അടിത്തറയായ വിശ്വാസം എന്ന് പറയുന്നതിലാണ്. ഈ വിശ്വാസത്തിലുള്ള ഇത്തിഫാഖ്, യോജിപ്പ്, അത് ലോകത്ത് കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളും ഇനി വരാനുള്ളവരും ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളും ഈ വിശ്വാസത്തിൽ ഇത്തിഫാക്കുള്ള, യോജിപ്പുള്ള കാലത്തോളം അവരെല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഉഹുവ്വത്ത് നിലനിർത്തിപ്പോരുന്നവരാണ്. എന്തുകൊണ്ട്? വിശ്വാസത്തിൽ തകരാറ് വരുത്തിയിരിക്കുന്നു. ലോക മുസ്ലിമീങ്ങളെല്ലാം ഏതെല്ലാം വിശ്വാസത്തിൽ ഒത്തൊരുമയോടെ നിൽക്കുന്നുവോ അവിടെയെല്ലാം ശിഥിലീകരണമുണ്ടാക്കി, അവിടെയെല്ലാം അഭിപ്രായ ഭിന്നത ഉണ്ടാക്കി, അങ്ങനെ ജനങ്ങളെ പല ചേരികളിൽ, പല തട്ടുകളിലായി നിർത്തി. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം പഴിചാരുന്നു, പരസ്പരം തൊലുലിൽ വലാലത്തുകൊണ്ട് ആരോപിക്കുന്നു, പരസ്പരം തക്ഫീർ, ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നു. ഇങ്ങനെ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്തുകൊണ്ട് ലോക മുസ്ലിങ്ങൾക്കിടയിലുള്ള ഇത്തിഫാഖ്, യോജിപ്പ് അവർ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മളും ഈ വിദഗ്ധ കക്ഷികളും തെറ്റി നിൽക്കുന്നത് ഈമാനിന്റെ അതിപ്രധാനമായ അടിസ്ഥാനപരമായ കാര്യം എല്ലാവർക്കും അറിയാം, തൗഹീദാണ്. അത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മളും ഇവിടുത്തെ വിദഗ്ധ കക്ഷികളും വ്യത്യാസമുണ്ട്. ഒരു ഭാഷയിൽ പറഞ്ഞാൽ നാം അല്ലാഹുവിനെ കുറിച്ച് എന്തെല്ലാം വിശ്വസിക്കുന്നുവോ, ഏതെല്ലാം രീതിയിൽ വിശ്വസിക്കുന്നുവോ, അങ്ങനെയുള്ളവർ അല്ലാഹുവിലല്ല ഈ വിഭാഗം വിശ്വസിക്കുന്നത് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ പുസ്തകങ്ങളിൽ നിന്ന്, അവരവതരണങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടേക്കാണ് തെറ്റി നിൽക്കുന്നത്? അതിപ്രധാനമായി വഹാബികൾ, മൗദൂദികൾ ഒക്കെ എന്നല്ല അവരുടെ മുൻകാല നേതാക്കളടക്കം വിശ്വസിച്ചു പോന്ന ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എവിടെയാണ് തെറ്റിയത്? അള്ളാഹു ഖുർആനിൽ പറയുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. ഒന്നിനോടും അള്ളാഹുവിനെ ഉപമിക്കാൻ പറ്റില്ല. ഒരു വിഷയത്തിലും അള്ളാഹുവിനെ സാദൃശ്യത പറയാൻ ഒന്നുമില്ല.
ഖുർആൻ തന്നെ പറഞ്ഞെങ്കിൽ ഈ വിഭാഗം അള്ളാഹുവിനെ കുറിച്ചുള്ള വീക്ഷണത്തിൽ അള്ളാഹുവിന് കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, ഇങ്ങനെ തുടങ്ങി നമുക്കെന്തെല്ലാം അവയവമുണ്ടോ ആ അവയവങ്ങളൊക്കെ അള്ളാഹുവിന് ചാർത്തി കൊടുക്കുന്നു. എവിടെ നിന്നാണ് ഇവർ ഇത് കണ്ടുപിടിച്ചത്? തെറ്റിയത് ഞാൻ പറയാം. ഇവർക്ക് തെറ്റുപറ്റാനുള്ള കാരണം പാരമ്പര്യത്തെ കൈവിട്ടുകൊണ്ട് ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ റൂഹ്. അതാണ് ഇസ്ലാമിന്റെ ആത്മാവ്. അതാണ് നാം പറയുന്ന ജമാ, അഹ്ലുസുന്ന എന്ന് പറഞ്ഞ മതിയാക്കാതെ വൽ ജമാ എന്ന് പറയുന്ന ആ ജമാഅത്താണ്, ആ പരമ്പരയാണ്. അതിന്റെ ആദ്യ കണ്ണിയാണ് മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം. ആ സ്വഹാബത്തും വമൻ തബിഅഹും ബിഇഹ്സാൻ, ഖിയാമത്ത് നാൾ വരെ അവരെ അനുധാവനം ചെയ്തു പോന്നവരും അവർ ഉൾക്കൊള്ളുന്നതാണ് ജമാഅത്ത്. ഈ ജമാഅത്തിനെ കൈവിടിഞ്ഞുകൊണ്ട് നേരിട്ട് ഖുർആനിലേക്ക് ഇറങ്ങി, നേരിട്ട് സുന്നത്തിലേക്ക് ഇറങ്ങി. അല്ലാഹു തആല അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടാൻ പറഞ്ഞത് മൂന്നാമത് പറഞ്ഞ ആരെയാണ്? അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ. നിങ്ങൾ പറഞ്ഞ ഖുർആനും സുന്നത്തും മാത്രമാണെങ്കിൽ അവിടെ നിർത്താം. പിന്നെ അല്ലാഹു പറഞ്ഞ എന്താ? ഉലിൽ അംരി മിൻകും, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ ഉലിൽ അംരി മിൻകും. മൂന്നാമത് പറഞ്ഞു അത്തിയുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വറസൂൽ എന്നല്ല പറഞ്ഞ്, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ. അവിടെ അത്തിയോ മടക്കി കൊടുന്നു. പിന്നെ ഉലിൽ അംരി മിൻകും അവിടെ അത്തിയോ മടക്കി പറഞ്ഞില്ല. ആദ്യത്തെ റസൂലുള്ളാഹിക്ക് പറഞ്ഞതിന്റെ അതേ കൂട്ടത്തിലാണ് പറഞ്ഞത്. അതെന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ടു എന്ന് പറയണമെങ്കിൽ തന്നെ, അത് സാധ്യമാകണമെങ്കിൽ തന്നെ മൂന്നാമത് പറഞ്ഞ ഉലുൽ അംർ വഴിപ്പെട്ടെങ്കിലേ അത് സാധ്യമാകൂ. ആരാണ് ഉലുൽ അംർ? നഖലത്തു ശരീഅ, ശരീഅത്തിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആ നാക്രിയങ്ങൾ. ആര് മുഖേന എങ്ങനെയാണ് ശരീഅത്ത് നമ്മളിലേക്ക് കിട്ടിപ്പോകുന്നത്? അവരാണ് പറഞ്ഞ ഉലുൽ അംർ. അല്ലാഹു തആല ഖുർആനും സുന്നത്തും മാത്രം പറഞ്ഞ് നിർത്തല്ല, ഉലമാനെ പറഞ്ഞിട്ടുണ്ട്. ഈ കപടവിശ്വാസികൾ എന്ത് പറയും? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ഞാൻ ഖുർആനും സുന്നത്തും ഒഴിച്ചുപോയി, അത് പിടിച്ചാൽ മതി. അപ്പൊ ആ ഖുർആനും സുന്നത്തും മാത്രം പിടിച്ചു. ആരെ കൈവിട്ടുകൊണ്ട്? നേരത്തെ പറഞ്ഞ് ജമാഅത്തിനെ കൈവിട്ട് നേരെ ഖുർആനിലേക്ക് ഇറങ്ങി. യഥാർത്ഥത്തിൽ ആ ജമാഅത്തിന് ആവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ അവരാണ് വിശദീകരിച്ചു തരേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ വിശദീകരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വ്യാഖ്യാനിക്കേണ്ടത് അയിമ്മത്താണ്. ആ അയിമ്മത്തിനെ പാടെ മാറ്റിവെച്ചുകൊണ്ട് നേരിട്ട് ഖുർആനിലേക്ക് ഇറങ്ങി. അപ്പൊ അവർ ഖുർആനിൽ കണ്ടു, എന്താ കണ്ടത്? വയബ്ഖാ വജ്ഹു റബ്ബിക. കണ്ടോ? അള്ളാഹുവിന്റെ വജ്ഹ് എന്ന വാക്കിനർത്ഥം എന്താ? മുഖം. അള്ളാഹുവിന്റെ മുഖം അവിടെ ശേഷിച്ചു നിൽക്കും. ഒരായത്ത്. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണും യദുല്ലാഹി ഫൗക ഐദിഹിം, അള്ളാഹുവിന്റെ യദ് പറഞ്ഞ കൈ, ഭാഷാർത്ഥമില്ലേ? അള്ളാഹുവിന്റെ കൈ ഫൗക ഐദിഹിം, അവരെ കരങ്ങൾക്ക് മേലെയാണ്. അപ്പൊ അള്ളാഹുവിന് കൈയുണ്ടെന്നായില്ലേ? പിന്നെയോ അവിടെ നമ്മളെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു അല്ലാഹു അഅലം ബിമുറാദിഹി ബിദാലിക്. അതാണ് സലാമത്ത്. ബിദഈ കക്ഷികൾ പലപ്പോഴും നമ്മളെ പഴപ്പിക്കുന്ന, അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ വായിച്ചവർ ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന ഒരു കാര്യമായതുകൊണ്ടായി പറയുന്നത്. അതിൽ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ എന്നും ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അയിമ്മത്തിനെ, ഉലമാവിനെ വെച്ചിട്ടുണ്ട്. ആ ഉലമാവിന്റെ പിന്നിൽ നാം ഉറച്ചു നിൽക്കണമെന്നും സംഘടനയിൽ തെറ്റിക്കൊണ്ട് ഒറ്റയാളയായി അതിനായി പോയാൽ പിഴച്ചുപോകും എന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹമത്തുക്കളായ ഉലമാവിന്റെ ആ നേതൃത്വം അംഗീകരിച്ച് നിലനിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന്